ഹലോ നമസ്തേ, കഫ്ലീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താണ്? പരിപാടി നമ്മുടെ ജനനായകന്റെ പാട്ട് വന്നിട്ടുണ്ട്, ഫസ്റ്റ് സിംഗിൾ കണ്ടു നോക്കാം. അണ്ണന്റെ ഏറ്റവും അവസാനത്തെ പടം അണ്ണന്റെ ഏറ്റവും അവസാനത്തെ ആദ്യത്തെ ഫസ്റ്റ് സിംഗിൾ. ഇത് ഫസ്റ്റ് ആദ്യത്തെ അവസാനത്തെ സിനിമയിലത്തെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി. തളപതി കച്ചേരി ടൈറ്റിൽ തന്നെ ഉണ്ടല്ലോ, തളപതി കച്ചേരി എന്നാണ് പേര്. കാണാം, കണ്ടു നോക്കാം. ശ്രീ കളർഫുള്ളാണ്. മാളല്ലേ അനിരുദ്ധ് മ്യൂസിക്കൽ. അത് കൊള്ളാം. ഓ, എന്ത് ലുക്കാണ് എച്ച് വിനോദ്. ഒരു ഫെസ്റ്റിവൽ മൂഡാണല്ലോ. സ്ലോ മോത്തിരിക്കരുത്. ലുക്ക് കണ്ട, ഇത് ലുക്കടാ. വയസ്സായിട്ട് പിന്നെ വയസ്സായിരിക്കും. ഓ, എന്തൊരു സ്റ്റെപ്പാണ്. ഡാൻസ് കളിക്കണ്ടല്ലോ ഇങ്ങനെ കഴിഞ്ഞിട്ട് പോയി. അത് അത്ര പറയാനുണ്ടാത്. ഓ, അത് തലമതിയുള്ള ഇതിന് ടൈറ്റിൽ കാർഡ് ഇങ്ങനെയാണ്. ഇത് കണ്ട തലപതി എന്ന് പറയുമ്പോഴേ ഇത് മാറി മാറി പോകണം. തലപതി വിജയ് കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണോ ടൈറ്റിൽ കാർഡ്? എന്തോ ആയിരിക്കാം. ഇങ്ങനെയായിരുന്നേ കൊള്ളാം കേട്ടോ ടൈറ്റിൽ കാർഡ്. എല്ലാ റെഫറൻസ് സെൽഫി മനസ്സിലായി. മറ്റേ അവിടത്തെ മാനാടല്ല, മറ്റേ പടം, മറ്റേ സ്ഥലം ഉണ്ടല്ലോ, നെയ്വേലി. അവിടുത്തെ സെൽഫിയാണ്. എല്ലാം ഉണ്ട് അതിനകത്ത്, എല്ലാ ആൾക്കാരും. നമിത ബൈജു. പൊങ്കലിനൊരു അടിച്ചുപൊളി പാട്ടാണ് കേട്ടോ. പിന്നെ വേറെ കുറെ കാര്യമുണ്ട്, ഞാൻ പിന്നെ പറയാം. പൂജാരിച്ചാണ്. ഇവിടെ കേരളം, ഇവിടെ തമിഴ്നാട്. നമുക്ക് മനസ്സിലായില്ലേ? അല്ല, ഇത് നമ്മൾ കർഷകൻ. എടാ, നല്ല മീനിങ് ഉണ്ടോ അത്? ഓ, ആ പാട്ട് കണ്ടോ? ആ പാട്ടിൽ തന്നെ ഉണ്ട്. എടാ, ഇത് കംപ്ലീറ്റ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് വെച്ചാലേ ഇത് വിജയുടെ ഐഡിയോളജിയിലുള്ളവരാണ്. ഇത് പെരിയാറും അംബേദ്കറും ഒക്കെ. ഇതൊക്കെ വിജയുടെ മറ്റേ ഐഡിയോളജിയിലുള്ള 5 പേര്. നിങ്ങൾ സ്നേഹം കണ്ട മമിത ബൈജു. ഈ പൂജാജീര അനിയനായില്ലേ അത്? ഓ, ഇതെനിക്ക് കാണുമ്പോ ഇല്ല, മെർസല്ല ഡാൻസ് ആണ്. സെറ്റ് ചെയ്യും കേട്ടോ. ഞാൻ വെടിയും പോകുന്നത് പിന്നെ അല്ല. സിംഗർ അറിവുണ്ട്. അറിവിന്റെ റിക്സാണ് കണ്ടോ. പ്രദീപ് തലപ്പതി. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം. പൊളിക്കാൻ പറ്റിയ പാട്ട്. പിന്നെ സംശയമുണ്ട്, തലപതിയുടെ പടം പൊളിറ്റിക്സിന് വേണ്ടിട്ടേ ഒരു പ്രൊമോ വീഡിയോ ഇറക്കൂലേ, അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത്. പൊളിറ്റിക്സ് എൻട്രിയിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു ലാസ്റ്റ് ഇലക്ഷന് മുമ്പ് ഒരു പടം, അതിനു വേണ്ടി ഒരു പടം എടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആലോചിച്ച് നോക്ക്, ഈ പാട്ടിൽ തന്നെ വെള്ളയാണ് ഇട്ടേക്കണം ഒരു രാഷ്ട്രീയക്കാരനെ സൂചിപ്പിക്കാനായിട്ട്. പിന്നെ പോരാത്തതിന് മറ്റേ പല പല സെക്ഷനിലായിട്ട്
മറ്റെന്തൊരു ടുഗദർ നൻപ അങ്ങനത്തെ മറ്റേ ടുഗദർ ബയ്യ നമുക്ക് ഒരുമിച്ച് മുന്നേറാം അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ സംഗതി. ഭഗവത് കേസരി അത് നമ്മൾ പറയായിരുന്നു. മറ്റേ ബാലയേര മറ്റേ തെലുങ്ക് പടം ഉണ്ടല്ലോ, തെലുങ്കല്ലേ, തെലുങ്ക് പടത്തിന് മറ്റേ ഭഗവത് കേസരിയുടെ റീമേക്ക് എന്നൊക്കെ ചില റൂമറുകൾ അത് മുമ്പേ കേട്ടതാണ്. അത് അല്ലെന്നും ചിലവർ പറയാനുണ്ട് അങ്ങനത്തെ. ഞാൻ മറ്റേ പറഞ്ഞതാണ് ഇത് ടിവിയുടെ ഐഡിയോളജിയിലുള്ള ഈ 5 പേരെയാണ് കാണിച്ചത്. അംബേദ്കറിനെയും പെരിയാറിനെയും ഒക്കെയാണ് കാണിച്ചത് നേരത്തെ. അപ്പോഴും വെള്ള ഇപ്പോഴും കാരണം ഇനി അവസാനത്തെ പാഠം ഇതിൽ കൂടെ രാഷ്ട്രീയം പറഞ്ഞു പോകണം. അത്രേ ഉള്ളു. രാഷ്ട്രീയം പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അപ്പൊ അങ്ങനെ ചിലപ്പോ എന്തെങ്കിലും എല്ലാരും കൂടെ പെടുത്തിയതായിരിക്കാം, പോയി. പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് മക്കളുടെ വോട്ട് കൊണ്ട് ജയിച്ച് മുഖ്യമന്ത്രി ആവുന്നു. അതിനുശേഷമുള്ള ഒരു ആഘോഷം. ഇതാണ് പടം. ഇതാണ് പടം. ഇത് തന്നെ കഥ. നീ മറ്റേ കേരളം തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോഴൊക്കെ വന്ന ലിറിക്സുകൾ കറക്റ്റ് പൊളിറ്റിക്സിനെ ഇമ്പ്രൂവ് ചെയ്യാനാണ്. എന്തായാലും കൊള്ളാം. പാട്ടെന്തായാലും തിയേറ്ററിൽ മെറ്റീരിയലാണ്. അതൊക്കെ മെറ്റീരിയലാണല്ലോ. പിന്നെ വിജയരെ നമ്മളെപ്പോഴും ആഘോഷിക്കാൻ. പിന്നെ മമിത ബൈജുവിന്റെ മാരയുടെ കാര്യം അത് തന്നെ. മറ്റേ പടത്തിന്റെ പേരെന്ത്, ഭഗവത് കേസരിയില് മറ്റേ ശ്രീലീല ഒരു മാല ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ, ഒരു ചരടിൽ ഇങ്ങനെ ഒരു ചുട്ടിയൊക്കെ വെച്ചിട്ട് അതേ മാല തന്നെയാണ് മമിത ബൈജു ഇട്ടിരിക്കുന്നത്. അപ്പം കാണിച്ച് എഡിറ്റിൽ പിടിക്കും. അപ്പൊ അങ്ങനെ ആ മാല ഇതൊക്കെ മറ്റേ റിസംബൽസ് ഉണ്ട്. അപ്പം നമുക്കത് കറക്റ്റ് ഇതാണ് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ വേറെ റൂമർ കേട്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കിടിലം സീനുണ്ട് എന്ന് പറഞ്ഞാൽ വിജയ് ഇങ്ങനെ ചായ ഇങ്ങനെ തണുത്തിരിക്കും. എന്താടാ പറ. അപ്പൊ ഇങ്ങനെ ചായക്ക് ചൂടില്ലല്ലോ. അപ്പൊ ഒരുത്തന്നെ മറ്റേ ഇങ്ങനെ ഫൈറ്റ് ചെയ്യണം, ഒരുത്തന്റെ കൂടെ ചായ ചൂടാക്കാൻ ഇങ്ങനെ പറയും. അപ്പൊ അവൻ ചൂടാക്കൂല. അങ്ങനെ യവനെ മറ്റേ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഇങ്ങനെ തീ ഇങ്ങനെ പറക്കുമല്ലോ. ഇവ എന്തെങ്കിലും കുറ്റം ചെയ്ത് കാണും ഇല്ലേ. അപ്പൊ ഇങ്ങനെ തീ പറക്കണ സമയത്ത് അതിൽ നിന്ന് ചായ ചൂടാക്കി വിജയ് ചൂട് ചായ കുടിക്കും. ഇതാണ് ഇത്. ഞാൻ കേട്ടു. ഇത് ഈ സീൻ സിനിമയിലുണ്ടെന്നാണ് പറയണത്. ഇങ്ങനത്തെ കുറച്ച് സീനുകൾ ഞാൻ കേട്ടില്ല. നമ്മുടെ ചാനലിൽ കൂടെ പറഞ്ഞിട്ടുള്ള പ്രൊഡിക്ഷൻസ് ഒക്കെ പലത് ശരിയായിരുന്നു. പക്ഷെ മിക്കുള്ളത് ശരിയായിരുന്നു. അല്ല, ഇതുകൊണ്ട് ഈ സീൻ ഇങ്ങനത്തെ ഒരു സീൻ സിനിമ കണ്ടിട്ട് ഇത് കമന്റ് ചെയ്യണം. അതാണ് കാര്യം. പിന്നെ പടം ഇതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റത്തെ വിജയില് ലാസ്റ്റ് ഒരു പടമില്ല. കാരണം ഈ ഒരു അടിച്ചുപൊളി പാട്ടില്ലെങ്കിൽ വിജയ് പടം ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാത്തിനും അടിപൊളി പാട്ട് വേണം. അതത്രേ ഉള്ളൂ. പിന്നെ എന്റെ അഭിപ്രായത്തില് സത്യം പറഞ്ഞാൽ നമ്മളെ കത്തിയൊക്കെ ഇല്ലേ, മറ്റേ ലാസ്റ്റ് അങ്ങനെ നിർത്തണം. സത്യം അങ്ങനെ നിർത്തണം. പക്ഷെ അത് രാഷ്ട്രീയത്തിലോട്ട് കയറുന്നതിന് മുമ്പ് എടുക്കാൻ പറ്റൂല. കള്ളനായിട്ടുള്ളത് അല്ല. എന്നാലും എടാ പടം നിർത്തുമ്പോഴേ സിനിമ നിർത്തണമെങ്കിൽ അങ്ങനത്തെ ഒരു ട്രിബ്യൂട്ട് അതൊരു 18 വയസ്സായിരുന്നു ആ സമയത്ത് അത്രയൊക്കെ ഉള്ളായിരുന്നു. അത് 20 എത്ര വയസ്സൊക്കെ അകത്തേ ഉള്ളായിരുന്നു. അപ്പൊ സാധനമൊക്കെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഡബ്ബൊക്കെ തീരണില്ല. അല്ല അതും കൂടെ പറയാം. സാധനം അല്ല ഞാൻ പറഞ്ഞു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എന്താണ്, രാഷ്ട്രീയത്തിൽ സിനിമ പാടില്ല, സിനിമയിൽ രാഷ്ട്രീയം പാടില്ല. അതെ, ഇനി കുറച്ചാൾ ടിവിക്ക് വിജയ് മാറിക്കട്ടെ, ആക്ടർ വിജയ് വരട്ടെ. അപ്പൊ ലാങ്കറ്റ് അല്ലേ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളായി ഞങ്ങൾ ഉടനെ വരാം. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.